സാധാരണ വീഡിയോസിൻ്റെ പോലെ എഡിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ സംതിങ് വിത്ത് യു പീപ്പിൾ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു 15 മിനിറ്റ്സ് മുന്നേ ആയിട്ട് ഐ ഹാവ് അപ്ലോഡഡ് എ റീൽ സെയിങ് ആരെങ്കിലും അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ഞങ്ങളുടെ സാനിറ്ററി നാപ്കിൻസിന് നിങ്ങളുടെ ആ 370 രൂപേനെക്കാട്ടിലും വിലയുണ്ട് എന്നുള്ളത്. ഒരിക്കലും ഈ സ്പേസിൽ ഇരുന്നിട്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. പക്ഷെ എൻ്റെ തലയിൽ നിന്ന് ഇത് പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ടെൽ യു പീപ്പിൾ. റൂഡാവുകയാണെങ്കിൽ വളരെ ഐ എം അപ്പോളജൈസിങ് ബിഫോർ ഹാൻഡ്. എനിക്കറിയില്ല, റൂഡാവുകയാണെങ്കിൽ ക്ഷമിക്കണം. ബട്ട് ഐ ട്രൈ ടു മേക്ക് ഇറ്റ് കാം. സിറ്റുവേഷൻ ഇതാണ്. ഒരാൾ ഒരു ഡേറ്റിന് പോയ സമയത്ത് ഡേറ്റിന് പോയ ആളാണ് ഈ സംസാരിക്കുന്നത്. ഇൻവൈറ്റ് ചെയ്ത ഗേള് ഒരു ബിരിയാണി കഴിച്ചു. 370 രൂപയുടെ ബിരിയാണി ആയിരുന്നു അത്. തിരിച്ചു കൊണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ആ ബിരിയാണിയുടെ പൈസ മുതലാക്കിയിട്ടേ നിന്നെ തിരിച്ചു കൊണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ പറയുന്ന സിനേറിയോ ഒരു കോമഡി ഷോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ കോമഡി അല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ആസ് എ പേഴ്സൺ ഹൂ റെഗുലർലി വാച്ച് സ്റ്റാൻഡപ്പ് ആൻഡ് ആസ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ആർ കൊമേഡിയൻസ് ലൈക്ക് പ്രൊഫഷണൽ കൊമേഡിയൻസ്, ഐ നോ ഇറ്റ് എവിടെയാണ് ലിമിറ്റ് എന്നുള്ളത്. അവർക്കും ഇതുപോലത്തെ അബദ്ധങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ പറ്റലുണ്ട്. പക്ഷേ ഇതിനെന്തുകൊണ്ടാണ് ഇത്ര വൈറാലിറ്റി വന്നതെന്ന് ഞാൻ ആലോചിച്ചു. ആൻഡ് കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ അറിയാം, ആ ചാനലിൻ്റെ ആ പേജിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ അറിയാം, 2 ചേരി തിരിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ആണുങ്ങൾ പറയുന്നത് ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണല്ലോ, അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഡേറ്റിന് പേ ചെയ്യ് എന്നുള്ളതാണ്. ലേഡീസ് പറയുന്നത് ഞങ്ങൾ പേ ചെയ്തോളാം ഞങ്ങൾക്ക് ഉള്ള ഡേറ്റിന് വേണ്ടിയിട്ട്, ഞങ്ങൾ ഇനി ഡേറ്റിന് നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ഡേറ്റിന് ഞങ്ങൾ തന്നെ പൊക്കോളാം, യു പീപ്പിൾ ഡോണ്ട് ആസ്ക് us ഔട്ട്. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ഡിസ്കഷൻസ്, ഇത് ഒരു ഡിസ്കഷൻ മാത്രമാണ്, ഇതല്ലാണ്ട് കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, ആരാണ് ഡേറ്റിന് മുമ്പ് പേ ചെയ്യേണ്ടത്? സോറി ഫോർ ദ നോയ്സ്, നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടേ ഉള്ളൂ, നെയ്ബേഴ്സൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ആരാണ് ഡേറ്റിന് പേ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് 2 രീതിക്ക് തിങ്ക് ചെയ്യാമേ. ജെൻഡർ പെർസ്പെക്റ്റീവിൽ എറ്റിക്കറ്റ് എന്താണെന്ന് നോക്കിയിട്ടും. ഈ എറ്റിക്കറ്റും മാനേഴ്സും ഒക്കെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പോൾ ഒരു ലേഡി ഇരിക്കുന്ന സമയത്ത് ചെയർ മാറ്റി കൊടുക്കുന്നതും കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കുന്നതും ഇതെല്ലാം ഇറ്റ്സ് പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നോ, ഇറ്റ്സ് എ ബേസിക്. ആരാണോ ഇറങ്ങുന്നത് ആദ്യം അവർക്കത് ചെയ്യാം എന്നും ഞാൻ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അല്ലാതെ എൻ്റെ പാർട്ട്ണർ എനിക്കത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങില്ല എന്നുകൊണ്ടിരിക്കുകയൊന്നുമല്ല. പക്ഷെ ഐ ഹാവ് ബീൻ ട്രെയിൻഡ്, ഐ ഹാവ് ഹാഡ് ദ സ്റ്റാൻഡേർഡ്സ് ഫ്രം എ വെരി ലോങ് ടൈം. എന്നെ അങ്ങനെയാണ് എൻ്റെ പേരൻസ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറഞ്ഞതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കീപ്പിംഗ് ദാറ്റ് അസൈഡ്, എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സിൻ്റെ കാര്യത്തിൽ ആരാണ് ഡേറ്റിന് പേ ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ്, നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാണ്, ലഞ്ചിനോ ഡിന്നറിനോ ഡേറ്റിനോ എന്തിനായിക്കോട്ടെ. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ നിങ്ങൾ അവിടെ ഹോസ്റ്റ് ആവുകയാണ്. ഹോസ്റ്റിൻ്റെ ഡ്യൂട്ടിയാണ് അപ്പുറത്തെ ആളുടെ കാര്യങ്ങൾ നോക്കുക, നന്നായി നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹൂ ഈസ് ഇൻവൈറ്റിംഗ് ഫോർ ദ ഡേറ്റ് എന്നുള്ളത് വലുതായിട്ട് മാറ്റർ ചെയ്യും. If a girl is inviting you out, I'm saying this to guys, if a girl is inviting you out, she can pay, right? Because we are independent women who are earning. ഇതേ സമയം ഒരു ഗൈ ആണ് ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ അവരാണ് പേ ചെയ്യേണ്ടത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആരാണോ ഡേറ്റിന് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരാണ് പേ ചെയ്യേണ്ടത്. ഇനി 2 പേരും കൂടെ മ്യൂച്വലി ഡിസൈഡ് ചെയ്യാണ് ലെറ്റ്സ് ഗോ ഓൺ എ ഡേറ്റ് എന്ന്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡേറ്റിൽ എന്താണോ എക്സ്പെൻസ് വന്നത് അത് സ്പ്ലിറ്റ് ചെയ്യാം. നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ, അല്ലേ? അതല്ല അതിൻ്റെ മര്യാദ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ദ ഐഡിയ ഓഫ് ദിസ് വീഡിയോ ഇസ് ബേസിക്കലി ടു ജസ്റ്റ്, നിങ്ങൾ ഡേറ്റിന് പോകുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ നമ്മൾ പറയില്ലേ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ പേരൻറ്റിങ്ങിനെ കുറിച്ച് മിണ്ടണം, പൊളിറ്റിക്സിനെ കുറിച്ച് മിണ്ടണം, അതുപോലെ തന്നെ ഫാമിലി ഡൈനാമിക്സിനെ കുറിച്ച് മിണ്ടണം. അങ്ങനെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കടിച്ചാൽ പൊട്ടാത്ത കുറേ വാക്കുകൾ പറയാനുണ്ടോ? ഇല്ല. ഞാൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ വീഡിയോ തലേന്ന് പോകാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഉള്ള പോലെ ചിരിച്ചിട്ട് പറയാത്തത്. ഐ തിങ്ക് ഐ വിൽ ബി ഗുഡ് ആഫ്റ്റർ ദിസ് ആൻഡ് ഐ ഹോപ്പ് യു പീപ്പിൾ took this in the right sense, and this is not offensive to any person, not men, not women, not any trans person or cis person or any person. It's just the basic etiquette we have to ലേൺ. ജപ്പാനിലൊക്കെ ഇതൊക്കെ പണ്ടേ കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിക്കും അത്രേ. നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. പക്ഷെ സാരില്ല, നമ്മൾ ഇപ്പോഴത്തെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.